ഭക്തിയുടെ ശംഖുലി മുഴങ്ങുന്ന ശബരിമലയുടെ ശക്തി ചൈതന്യ വിശേഷങ്ങളുമായി സ്വാമി സവിധം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഒരു ശബരിമല തീർത്ഥാടന കാലം കൂടി പൂർത്തിയാവുകയാണ്. അയ്യപ്പ ദർശന സൗഭാഗ്യ സുഹൃതം ഏറ്റുവാങ്ങി മലയിറങ്ങി മടങ്ങി വന്നാലും അടുത്ത മണ്ഡല വ്രതകാലത്തേക്ക് ശരീരത്തെയും മനസ്സിനെയും പരുവപ്പെടുത്തും വിധമുള്ള സാധനയും ഈശ്വര സ്മരണയും ദിനചര്യകളിലെ കൃത്യതയും രൂപപ്പെടുത്തും വിധമായിരിക്കണം ശബരിമല തീർത്ഥാടനത്തിലൂടെ ഭക്തൻ കൈവരിക്കേണ്ട ആത്മദർശനം. സർവാഭരണ വിഭൂഷിതനായ സ്വാമി അയ്യപ്പനെ ദർശിച്ച് സംതൃപ്തമായ മനസ്സോടെ ഭക്തലക്ഷങ്ങൾ മലയിറങ്ങുന്നു. ജീവിത ദുഃഖങ്ങളുടെ ഇരുമുടി കെട്ടഴിച്ച് കലിയുഗ വരദന് മുൻപിൽ സമർപ്പിച്ച് ഭഗവത് പ്രസാദം സ്വീകരിച്ച് സന്തോഷ ചിത്തരായാണ് ഭക്തന്മാർ മടങ്ങുന്നത്. വ്രതവിശുദ്ധിയോടെ ലൗകിക ജീവിതത്തിൽ നിന്നും പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്നും ഏതാനും ദിവസത്തേക്ക് മുക്തി നേടിയിരുന്നവർ വീണ്ടും ആത്മബന്ധനങ്ങളിൽ ചെന്നു ചേരുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കാണ് മടങ്ങിയെത്തുന്നത്. എന്നിരുന്നാലും അയ്യപ്പ ചൈതന്യത്തെ ആത്മാവ് കൊണ്ടടുത്തറിഞ്ഞവർ തത്വമസി പൊരുളിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയാണ് കാളിദാസൻ എന്ന ഭക്തനിലൂടെ തത്വമസി എന്ന് ആലേഖനം ചെയ്ത ഫലകം ശബരിമല സന്നിധാനത്ത് ഉചിതമായ സ്ഥാനത്ത് സ്ഥാപിക്കുവാൻ ക്ഷേത്രാധികാരികളോട് ആവശ്യപ്പെട്ടത്. 41 ദിവസത്തെ മണ്ഡലവ്രതം ആചരിച്ച് പുണ്യപാപ ചുമടുമായി ശിവപദമെന്ന് വാഴ്ത്തപ്പെട്ട 18 സത്യപ്പടികൾ കയറി സന്നിധാനത്ത് എത്തുന്ന ഭക്തരെ ഭഗവാൻ സ്വീകരിച്ചാനയിക്കുന്നത് തത്വമസി എന്ന മഹാവാക്യത്തിലൂടെയാണ്. സാമവേദത്തിലെ ചാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലക മഹർഷി തൻ്റെ ശിഷ്യനും പുത്രനുമായ ശ്വേതകേതുവിന് ഉപദേശിച്ച മഹാവാക്യമാണിത്. വേദാന്തങ്ങൾ ഉദ്ഘോഷിക്കുന്ന അദ്വൈത സിദ്ധാന്തം, ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നാണെന്ന സത്യം, അത് തന്നെയാണ് അയ്യപ്പ സന്നിധാനം. ദർശനം നൽകുന്ന ഭഗവാനും ദർശിക്കുന്ന ഭക്തനും ഒന്നാണ് എന്നതാണ് തത്വമസിയുടെ സാരം. ഈശ്വരൻ അവനവനിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന തത്വമസി മഹാവാക്യം സാർത്ഥകമാകുന്നത് അയ്യപ്പ ദർശനത്തിലൂടെയാണ്. ശബരിമല തീർത്ഥാടനം ഭക്തിവിശ്വാസങ്ങൾ സമ്മേളിക്കുന്ന പുണ്യയാത്ര മാത്രമല്ല, ശരീര മനോബുദ്ധ്യാദികൾക്ക് വിശുദ്ധിയും ചൈതന്യവുമേകുന്ന ധന്യമായ ഒരു അനുഭവം കൂടിയാണ്. സനാതനധർമ്മത്തിൻ്റെ ആണിക്കല്ലാണ് വ്രതാനുഷ്ഠാനങ്ങൾ. വ്രതം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഏതെങ്കിലും ശ്രേഷ്ഠമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ജീവിത രീതിയാണ്. വ്രതചര്യകൾ ഓരോ വ്യക്തിയിലും ശാരീരിക, മാനസിക, ആത്മീയ പരിവർത്തനങ്ങൾ ഗുണകരമായി ഉണ്ടാക്കുന്നു. പുരാതന കാലം മുതൽക്കേ സന്യാസിമാരും ആശ്രമങ്ങളും ഗൃഹസ്ഥരും 41 ദിവസത്തെ സാധനാരീതി അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഫലവത്തായി ശരീരത്തിലും ബുദ്ധിയിലും മാറ്റം വരാൻ ഒരു ജീവിതചര്യ കുറഞ്ഞത് 41 ദിവസമെങ്കിലും ആചരിക്കണം എന്നതാണ് ശാസ്ത്രം. ജാതിമത ഭേദമന്യേ വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമില്ലാത്ത സമൂഹത്തിലെ ധനികരും ദരിദ്രനും ഒരുപോലെ ജ്ഞാനം സിദ്ധിക്കുവാനും മോക്ഷപ്രാപ്തി നേടുവാനും മണ്ഡലവ്രതവും ശേഷം അയ്യപ്പ സന്നിധിയിലേക്കുള്ള തീർത്ഥാടനവും ഈ ലോകത്തിന് അയ്യപ്പൻ നൽകിയ സംഭാവനയാണ്.
മനുഷ്യ മനസ്സിനെ ഈശ്വരനോടടുപ്പിച്ച് ആത്മീയ ചര്യകളിൽ വർത്തിക്കുന്നതിന് പ്രയോജനപ്പെടുന്ന ഒരു മാർഗം കൂടിയായി ശബരിമല തീർത്ഥാടനത്തെ കാണാം. ശബരിമലയുടെ മാഹാത്മ്യവും തീർത്ഥാടനത്തിലെ ജനകീയതയും വർഷം തോറും വർദ്ധിച്ചു വരുന്നത് ആത്മീയ കാര്യങ്ങളിൽ മനുഷ്യനുള്ള താൽപ്പര്യത്തിൻ്റെ ദൃഷ്ടാന്തമായി കാണാം. വിവിധ ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോചനം തേടിയാണ് അനേകം ഭക്തർ ശബരിമലയിൽ എത്തുന്നത്. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ശാസ്താവിനെ ഭജിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ശനിദോഷ നിവാരണത്തിന് അത്യുത്തമമാണ്. അയ്യപ്പ മന്ത്രം നിത്യം ജപിക്കുന്നതും അയ്യപ്പ പൂജയിൽ മുഴുകുന്നതും ശനിദോഷ ശമനത്തിന് കാരണമാകുന്നു. ഇരവു പകലുകൾക്ക് അഭൗമമായ സൗന്ദര്യമേകുന്നുണ്ട്. ഇഹലോക ദുഃഖങ്ങൾക്ക് വിരാമമേകുന്നുണ്ട് ശബരിമല തീർത്ഥാടന കാലം. ഹരിഹരസുതനായി, താരക ബ്രഹ്മരൂപമായി, ശബരിഗിരി വാസനായി, ഭൂതനാഥനായി, 18 മലകൾക്കധിപനായി, സേവിപ്പവർക്കാനന്ദമൂർത്തിയായി, അന്നദാന പ്രഭുവായി, ആപദ്ബാന്ധവനായി ധർമ്മരക്ഷ ചെയ്യുന്ന സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തർ വീണ്ടും അടുത്ത മണ്ഡലകാലത്തിനായി കാത്തിരിക്കുന്നു. ഒരു മകരോത്സവം കൂടി പൂർത്തിയാകുമ്പോൾ അടുത്ത ശബരിമല യാത്രയ്ക്കായുള്ള കാത്തിരിപ്പും സ്വാമി ദർശനത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹവും മനസ്സിലെ ഇരുമുടിയിൽ മുറുക്കി ചേർത്തുകൊണ്ടാണ് ഓരോ ഭക്തഹൃദയങ്ങളിലും ശബരിമല തീർത്ഥാടന കാലം പൂർണ്ണത നേടുന്നത്. ധർമ്മ സംസ്ഥാപനം, അധർമ്മധ്വംസനം, അദ്വൈത പ്രചാരണം, സർവോപരി ആശ്രിതർക്ക് മോക്ഷം എന്നിവ ജ്യോതിസ്വരൂപനായ ഭഗവാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ധർമ്മ സംസ്ഥാപന യജ്ഞത്തിൽ പങ്കുചേർന്ന് തത്വമസി വാക്യം ഉൾക്കൊണ്ട് ഭഗവാൻ നമുക്കായി ഒരുക്കിയ പാതയിലൂടെ ആത്മീയ യാത്ര നടത്താം. ആ തൃപ്പാദങ്ങളിൽ എന്നേക്കുമായി അഭയം നേടാം. ആ പരമജ്യോതി ഹൃദയത്തിൽ അണയാതെ പ്രതിഷ്ഠിക്കാം. അങ്ങനെ അയ്യപ്പ ഹൃദയത്തിൽ നമുക്കും സ്ഥാനം നേടാം.
കഥകളും ശബരിമല മാഹാത്മ്യവും പങ്കുവച്ച ഈ പരിപാടിയുടെ ഭക്തി സന്ദേശം അയ്യപ്പ തൃപ്പാദങ്ങളിൽ കാണിക്കയായി സമർപ്പിച്ചുകൊണ്ട് സ്വാമി സവിധം പൂർത്തിയാക്കുന്നു. സ്വാമി ശരണം.